ഹേ, അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഇടണമെന്നുണ്ടായിരുന്നു. ബട്ട് കുറേ സാങ്കേതിക കാരണത്താൽ ഈ വീഡിയോ കുറേ ഡിലേ വന്നിട്ട് ഇന്നാണ് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഞാനൊരു 100K സബ്സ്ക്രൈബേഴ്സ് ആയ ടൈമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാവരും കണ്ടു കാണും. ഗിവ് അവേ കൊടുക്കുന്നുണ്ട് കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിസൾട്ട് വി ആർ ഗോൺ അനൗൺസ് ഇറ്റ് ടുഡേ. എക്സൈറ്റഡ് നെയ്തരായോ? അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളാണ്, അതായത് ട്രാവൽ, ഫോട്ടോഗ്രാഫി, ആർട്ട്, മൂന്നിനും 3 ഗിവ് അവേ ആയിരുന്നു അല്ലേ. സോ ഫസ്റ്റ് ട്രാവൽ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ട്രാവലിന് ഞാൻ പറഞ്ഞിട്ടുള്ള സാപ്പ് അക്വാ ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരുന്നു. സാപ്പിനെ കുറിച്ച് നിങ്ങൾ പലരും കുറേ നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും പല ചാനലിലുമായിട്ട്. ബട്ട് അതെല്ലാം ഒരു സൈഡിലേക്ക് ടേക്ക് ദാറ്റ് ഓൾ അപ്പാർട്ട്. ഓക്കെ, ആസ് യു നോ, സാപ്പ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. അവർ സ്പീക്കേഴ്സ് മാത്രമല്ല, ഫോണിൻ്റെ മൗണ്ട്, ഹെഡ്സെറ്റ്സ്, പവർ ബാങ്ക്, മോണോപോഡ് എക്സെട്ര അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ അക്വ സ്പീക്കേഴ്സിൽ വരുന്ന സൗണ്ട് ആൻഡ് മ്യൂസിക് എന്ന് പറയുന്നത് ഷാർപ്പ് ആൻഡ് ക്രിസ്പാണ്. പിന്നെ വോളിയത്തിൻ്റെ കാര്യം പറയണ്ട, ഭയങ്കര ലൗഡാണ്. ആൻഡ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അഡ്വഞ്ചർ സീക്കേഴ്സിന് സ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ള സ്പീക്കറാണിത്. ദാറ്റ് ഈസ് അഡ്വഞ്ചർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ സാപ്പിൻ്റെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഈസ് ഓഫ് യൂസ്. മറ്റ് ചില സ്പീക്കേഴ്സിൽ നിന്ന് ഈ സാപ്പ് ഒക്കെ ബ്ലൂടൂത്ത് സ്പീക്കർ ഡിഫറെൻ്റ് നിൽക്കുന്നത് എന്താണെന്ന് അറിയുമോ? ദിസ് ഗോട്ട് എ ഇൻബിൽറ്റ് മൈക്ക്. യെസ്, ഇതിനകത്ത് നമുക്ക് ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കോൾ വന്നെന്ന് വെച്ചാൽ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നൈസ് അല്ലേ? യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഡ്വഞ്ചർ സ്പീക്കേഴ്സിന് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത സ്പീക്കർ ആയതുകൊണ്ട് ഇത് വാട്ടർ പ്രൂഫാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അത് ഓക്കെ. അതായത് മഴയത്തോ നമുക്ക് യൂസ് ചെയ്യാം, മഴയത്തിലൊക്കെ യൂസ് ചെയ്യാം. വെള്ളത്തിനടിയിൽ നമ്മൾ ആരും ചെന്നിട്ട് പാട്ട് കേൾക്കാറില്ലല്ലോ. സോ മുക്കി എടുക്കുന്ന കാര്യം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മഴയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഓൾ ഗുഡ് ആണ്. ബട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്പീക്കേഴ്സ് ആർ ഓൺലി മെൻ ഫോർ ഹിയറിംഗ് ഗുഡ് സൗണ്ട്സ് ആൻഡ് ഗുഡ് മ്യൂസിക്, അങ്ങനെയല്ല ശരിക്കും. സോ ഇതിൻ്റെ കൂടെ ഒരു സക്ഷൻ കപ്പ് കിട്ടുന്നുണ്ട്. നമുക്കിതിൽ ഫിറ്റ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിത് സക്ക് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മ്യൂസിക് എന്ന് വെച്ചാൽ അവിടെ നിന്ന് കിട്ടും. കയ്യിൽ പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നൈസല്ലേ? പിന്നെ ഒരു ഓക്സ് കേബിളും ആൻഡ് USB ഫോർ ചാർജിങ്. ആൻഡ് ഇതിൻ്റെ ഒരു ചാർജ് എന്ന് പറയേണ്ട 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഫുൾ ചാർജ് എന്ന് വെച്ചാൽ. ആൻഡ് ഫൈനലി ഇറ്റ് ഗോട്ട് എ സ്മോൾ ക്ലിപ്പ്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് എന്ത് വെച്ചാൽ വേണേൽ ചെയ്യാം, എങ്ങോട്ട് വേണേൽ തൂക്കൊണ്ട് പോവാം. നൈസല്ലേ? പിന്നെ ഇതിൻ്റെ ഈ റബ്ബർ ബോഡി ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. സോ ഹാൻഡി ആൻഡ് സ്മോൾ, നൈസ്, കൂളായിട്ടുള്ളൊരു സംഭവം. ആൻഡ് ദാറ്റ്സ് പ്രെറ്റി മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സ്പീക്കർ. അപ്പോൾ സാപ്പാണ് നമുക്ക് ഈ ഗിവ് അവേ ആയിട്ടുള്ള സ്പീക്കർ സെൻഡ് ചെയ്ത് തന്നത്. സോ താങ്ക് യു സോ മച്ച് സാപ്പ് ഫോർ സെൻഡിങ് അസ് ദിസ് ബ്യൂട്ടിഫുൾ സ്പീക്കർ. ആൻഡ് ഇതിൻ്റെ വിന്നർ ആരെന്ന് അറിയണ്ടേ? ലൈക്ക് വിന്നർ എന്ന് പറയണത് നമ്മൾ റാൻഡമായിട്ട് എടുത്തുള്ള ഒരു കക്ഷിയാണ്. ഓക്കെ, സോ ഹിസ് നെയിം ഈസ് പക്ക ട്രയാങ്കിൾസ്. സോ കൺഗ്രാറ്റുലേഷൻസ് പക്ക ട്രയാങ്കിൾസ്. സോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. സാപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് 15% ഓഫിൽ സാപ്പ് തരുന്നുണ്ട്. SYM15 റെഫറൽ കോഡ് ടൈപ്പ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സാപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റും 15% എടുക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു 1500 രൂപയുടെ പ്രൊഡക്റ്റാന്ന് വെച്ചാൽ നമുക്ക് 1225 രൂപ സംതിങ്ങിന് നമുക്ക് എടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഡൺ. ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫി. ഞാൻ ഫോട്ടോഗ്രാഫിക്കകത്ത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് 5 എൻട്രീസ് ആണ്. 5 പേരുടെ ഫോട്ടോ എടുത്ത് ചെയ്യുന്നതായിരുന്നു. ബട്ട് ഐ ഗോട്ട് സോ മച്ച് ഓഫ് മാഡ് റിപ്ലൈസ്. ഒരുപാട് റിപ്ലൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ കുറേ പേര് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 5 എന്നുള്ളത് ഞാൻ ഒരു 10 ആക്കി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 10 പേരുടെ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു ഫോട്ടോ തന്നെ 1 hour 1.5 hours വെച്ചിട്ട് എഡിറ്റ് ചെയ്യാറുള്ളത്. സോ ഐ ഷോ യു ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ വേർഷൻ ഓഫ് ദാറ്റ് ഫോട്ടോസ്. ഹേ, അപ്പോൾ ഈ ഫോട്ടോസെല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 to 10 hours വേണ്ടി വന്ന് മൊത്തത്തിൽ. ഓക്കെ, സോ ഞാൻ ഭയങ്കര സ്ലോ ആണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൽ. ഞാൻ മാക്സിമം പെർഫെക്ഷൻ നോക്കിയിട്ടേ ഫോട്ടോ എഡിറ്റ് ചെയ്യാറുള്ളൂ, അതുകൊണ്ടാണ്. സോ യാ, ആൻഡ് പറയാൻ വിട്ടു പോയിട്ടോ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2000 അടുത്ത എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഓരോ ഫോട്ടോസും തപ്പിപ്പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ടാസ്ക് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ഡു ഇറ്റ് സംഭവ. ആൻഡ് ഇതൊന്നും പ്രീസെറ്റ് അല്ല കേട്ടോ, ഇതെല്ലാം ഫോട്ടോസ് 1 by 1 ആയിട്ട് തനിയെ ഇരുന്ന് എഡിറ്റ് ചെയ്തതാണ്. ഓക്കെ, ആൻഡ് യാ, ഇതെല്ലാം ഫോട്ടോഷോപ്പിനകത്ത് ചെയ്തിട്ടുള്ള എഡിറ്റിങ്സ് ആണ്. ആൻഡ് ഇതെൻ്റെ സ്റ്റൈൽ, മീൻസ് കോപ്പി അടിക്കാതെ സ്വന്തം എനിക്കൊരു സ്റ്റൈൽ ഉണ്ടാവില്ല, എഡിറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാവില്ല. സോ അതിൽ തന്നെ ചെയ്തതാണ്. ഹോപ്പ് യു വിൽ ലവ് ഇറ്റ്.
സോ ഈ ഫോട്ടോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്ന് വെച്ച് നിങ്ങൾക്ക് ആ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ ഫോട്ടോസ് മാത്രമല്ല, ഇതേപോലെ കിടിലം ഫോട്ടോസ് വേറെ കുറേ എൻട്രീസിലുണ്ടായിരുന്നു. ഞാൻ ഏതെടുക്കണമെന്ന് ടെൻഷനായി പോയി. സോ റാൻഡം ആയിട്ടുള്ള കുറേ ഫോട്ടോസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ഇത്രയും എൻട്രീസ്. ഞാൻ എന്തായാലും പ്രതീക്ഷയില്ല. ആൻഡ് ഫൈനലി ആർട്ട് നമ്മൾ കാരിക്കേച്ചർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. SYMatesൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ആർട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്കാണ് നമ്മളിത് കാരിക്കേച്ചർ വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ യെസ്, ഹിസ് നെയിം ഈസ് ആദർശ്. ആദർശ് നമ്മളെപ്പോലെ തന്നെ SYMatesൽ കണ്ടിട്ട് പഠിച്ചൊരു വ്യക്തിയാണെന്നാണ് സോ ഫാർ ഐ എം തോട്ട് ഓഫ്. അങ്ങനെ ആയിരിക്കണം. ഓക്കെ, സോ ആദർശ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് ചെയ്യുക. സോ ഐ ക്യാൻ ഗെറ്റ് യുവർ അഡ്രസ് ആൻഡ് കോൺടാക്ട് നമ്പർ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗായ്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ്. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ലൈക്ക് ഈ ഗിവ് എവേയിൽ ഞാൻ വലുതായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ്. ലൈക്ക് പ്രൊഡക്റ്റ് ഗിവ് എവേയിൽ. ഓക്കെ, സോ പ്രൊഡക്റ്റ് ഗിവ് എവേ ഇപ്പോൾ ഞാൻ കൊടുത്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ലൈക്ക് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മാക്സിമം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു ചാനലാണ് നമ്മുടേതെന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ എൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളും അതിന് മാക്സിമം നിങ്ങൾ അബ്സോർവ് ചെയ്തെടുക്കുന്നുണ്ട്. ലൈക്ക് ഈ പ്രൊഡക്റ്റ് ഗിവ് എവേയിൽ വാല്യൂ ഇല്ല എന്നല്ല, ഇറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ വാല്യൂ, ഐ വാല്യൂ ദാറ്റ്. ബട്ട് നമുക്ക് കിട്ടുന്ന അറിവുണ്ടല്ലോ, അതല്ല എല്ലാത്തിനും കാട്ടി വലുതെന്ന് പറയുന്നത്. നമ്മുടെ ഈ ചാനലിലൂടെ കുറേ അറിവ്, എനിക്കറിയുന്ന അറിവ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഫോട്ടോഗ്രാഫി ആയാലും ആർട്ടായാലും ട്രാവൽ വ്ളോഗ് ആയാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ഗെറ്റ് മാക്സിമം ഔട്ട് ഓഫ് മൈ സെൽഫ് ഫ്രം മീ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, സോ അതല്ല ഏറ്റവും വലിയ ഗിവ് അവേ, ലൈക്ക് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. ഐ മീൻ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വേറെ അടിപൊളി ബാങ്ക് കണ്ടന്റ് ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ ബാങ്ക് കണ്ടന്റ് വെരി സൂൺ. ബൈ ബൈ ബൈ.